നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ വേവ് നേച്ചർ അത് സ്ഥിരീകരിക്കാനുള്ള അതിനെ സാധൂകരിക്കാനുള്ള എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചായിരുന്നു ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിഫ്രാക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ നടന്നപ്പോൾ ഡിഫ്രാക്ഷൻ നടന്ന സമയത്ത് വേവ്സിന് ഉണ്ടാകുന്ന പോലെ തന്നെ റേഡിയേഷനൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ പാറ്റേണുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഡിഫ്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, പാർട്ടിക്കിളിന് വേവ് നേച്ചർ ഉണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഇനി ഡിഫ്രാക്ഷനെ പോലെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് നമുക്ക് പറ്റും. ഇൻ്റർഫറൻസ് പാർട്ടിക്കിൾസ് ഇൻ്റർഫറൻസ് പാറ്റേണുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം, അവ വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. കാരണം ഇൻ്റർഫറൻസ് വേവ് നേച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇലക്ട്രോൺ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് നടത്തി. അതാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇലക്ട്രോൺ ഫ്രം ഫിലമെൻറ്റ്, ഇതാണ് ഫിലമെൻറ്റിൽ നിന്ന് 50 കിലോ വോൾട്ടിൽ എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി എന്തായിരിക്കും, 50 കിലോ ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ എത്രയാണോ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടും. അതായത് 50 കിലോ വോൾട്ടാണ് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ അതിന് ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 കിലോ ഇലക്ട്രോൺ വോൾട്ട്. അത്ര എനർജിയുള്ള കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോണിന് എന്ത് ചെയ്തു, ഈ സ്ലിറ്റിലൂടെ പാസ് ചെയ്തു. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ നമുക്ക് വേവ് ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ=h/p വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓർഡർ ഓഫ് പൈക്കോമീറ്ററാണ് കിട്ടുക. ആ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്തു, ഈ ഡബിൾ സ്ലിറ്റിലൂടെ പാസ് ചെയ്തു. ഇവിടെ ഡബിൾ സ്ലിറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഫ്ലൂറസെൻ്റ് സ്ക്രീന്, അതുപോലെ ഫോട്ടോഗ്രാഫി ഫിലിം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എത്തിയ ഭാഗം ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ലൈറ്റ് കാണിക്കും, ലൈറ്റ് ഉണ്ടാവും. ഇത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. പിന്നെ അത് എന്ത് ചെയ്യും, ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് ചെയ്യും, അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ആ ലൈറ്റിൻ്റെ കൃത്യമായ ഇത് വരും. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇതാണ് ആ ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോർ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് കാണാം. ഈ രണ്ട് അഡ്ജസ്റ്റൻ്റായ രണ്ട് മാക്സിമക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, λ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റൻ, ഇതെന്താണ്, λ/d/d എന്നാണ്. ഇൻ്റർഫറൻസിലുള്ള നമ്മുടെ ഒരു ഫോർമുലയാണ് എന്ത്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് മാക്സിമ എന്താണ്, Δy = λ/d/d. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് λ = Δy/d. അപ്പോൾ നമുക്ക് ഈ അഡ്ജസൻ്റ് ആയ രണ്ട് ബ്രൈറ്റ് ബാൻഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ലാംഡനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. λ ഈ ഫോർമുല വെച്ചിട്ട്. അപ്പോൾ ഇതേ എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് എന്ത് ചെയ്തു, ന്യൂട്രോൺ കൊണ്ട് ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി, ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതാണ് ഡബിൾ സ്ലിറ്റ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ബീം ഇങ്ങനെ വരും, പിന്നെ അതിൽ പല വേവ് ലെങ്ത് ഉള്ളതുണ്ടാവും, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉള്ള ന്യൂട്രോണുകളായിരിക്കും. അപ്പോൾ അതിന് സൂട്ടബിൾ ആയത് ഇവിടുന്ന് സെലക്ട് ചെയ്യും, എന്നിട്ട് ഒരു ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഏതർ സൈഡിലുള്ളതൊക്കെ എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അതെന്ത് ചെയ്യും, ഇതൊരു ബോറോൺ വയറാണ് ഈ സെൻറ്ററിൽ. ഇത് സ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സ്ലിറ്റ് ഉണ്ടാക്കിയത് വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ്. ഇങ്ങനെ ഗ്യാപ്പിൽ എന്ത് ചെയ്തു, ഒരു ബോറോൺ വയർ വെച്ചു. ആ ബോറോൺ വയറിൻ്റെ അതെന്താണ്, ഇൻ ദ സെൻറ്റർ ഓഫ് ഗ്യാപ്പ് വാസ് എ ബോറോൺ വയർ, ആൾസോ ഹൈലി അബ്സോർപ്റ്റീവ് ഫോർ ന്യൂട്രോൺസ് ഓഫ് ഡയമീറ്റർ 104 മൈക്രോമീറ്റർ. 104 മൈക്രോമീറ്ററുള്ള ഒരു ബോറോൺ വയർ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഒരു സ്ലിറ്റ് പോലെ ആയല്ലോ, രണ്ട് സൈഡിലൊരു ഗ്യാപ്പ് പോകാനുള്ള ഗ്യാപ്പായി, ഡബിൾ സ്ലിറ്റ് പോലെ ആയി. ദ ന്യൂട്രോൺ കുഡ് പാസ് ഐദർ സൈഡ് ഓഫ് വയർ ത്രൂ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 22 മൈക്രോമീറ്റർ. അതായത് ഈ സൈഡിലും 22 മൈക്രോമീറ്റർ ഉണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യും, ന്യൂട്രോൺ പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഡബിൾ സ്ലിറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ ഫ്രിഞ്ചസ് ഉണ്ടാവുമല്ലോ. ഒന്നെങ്കിൽ ഇവിടെ സ്ക്രീന് വെച്ച് കൊടുക്കുക ചെയ്യുക, സാധാരണ ലൈറ്റ് കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്,
ഇതൊരു സ്കാനിങ് സ്ലിറ്റും ഇങ്ങനത്തെ ഒരു ഡിറ്റക്ടറാണ്. അതായത് ഈ ഡിറ്റക്ടർ ഇങ്ങനെ ഇവിടെ ഇതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുന്നത് മാത്രമേ ഈ ഡിറ്റക്ടറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. ഈ ഡിറ്റക്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ ഓരോ പോയിന്റിൽ മാക്സിമം ഉള്ള പോയിന്റിൽ എത്തുമ്പോൾ അതിൽ പീക്ക് കാണിക്കും, മിനിമം എത്തുമ്പോൾ പിന്നെ ഇതാവും, അങ്ങനെ ഇതാവും. ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കുക ചെയ്യുക. ഓരോ പോയിന്റിൽ മാക്സിമം മിനിമം അങ്ങനെ വരികയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ ഡിറ്റക്ടറിൽ ക്യാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ കിട്ടിയത് ഇങ്ങനെയാണ്. അതായത് ഇത് നമ്മളെ ഇൻ്റർഫറൻസ് പാറ്റേൺ പോലത്തെ അതുപോലെ ഒരു പാറ്റേൺ തന്നെയാണ്. ഇൻറ്റൻസിറ്റി പാറ്റേൺ ഒബ്സർവ്ഡ് ഫോർ ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് വിത്ത് ന്യൂട്രോൺസ്. ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ മാക്സിമ ഈസ് അബൌട്ട് 75 മൈക്രോമീറ്റർ. മാക്സിമകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്താണ്, അഡ്ജസൻറ്റ് മാക്സിമകൾ തമ്മിലുള്ള സെപ്പറേഷൻ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്താണ്, ഇൻ്റർഫറൻസിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്താണ്, 75 മൈക്രോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർഫറൻസിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് മാക്സിമ ഡെൽറ്റ വൈ = ലാംഡ d/d. അതിനെ റീഅറേഞ്ച് ചെയ്താൽ ലാംഡ എന്നുള്ളത് ഇങ്ങനെ കിട്ടും. അപ്പോൾ അവിടെ നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം അത് നമ്മൾ കൊടുക്കുക. അത് പറഞ്ഞാൽ എന്താ, ഈ ബോറോണിൻ്റെ സൈസാണത്. ഇവിടെയുള്ള ഈ ബോറോണിൻ്റെ സൈസ് അതവിടെ കൊടുക്കുക. പിന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് മാക്സിമ അത് 75 മൈക്രോമീറ്റർ. പിന്നെ ഡി എന്നുള്ളത് എന്താണ്, ഇവിടെ ഈ സെപ്പറേഷൻ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ 5 മീറ്ററാണ്. അതിവിടെ കൊടുത്താൽ നമുക്കൊരു വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വേവ് ലെങ്ത്താണ്. അത് നമ്മൾ ന്യൂട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടെത്തി നോക്കുമ്പോൾ എന്തായിരിക്കും, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ന്യൂട്രോൺ അത് നമുക്ക് ലാംഡ h/p വെച്ച് കണ്ടെത്തിയാൽ 1.85 നാനോമീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ അടുത്ത വാല്യൂസാണ്. ചെറിയൊരു മാറ്റം, അത് എക്സ്പെരിമെൻറ്റും തിയറിയും എപ്പോഴും ചെറിയൊരു മാറ്റം ഉണ്ടാവും. രണ്ടും പക്കയാണെങ്കിൽ നമ്മളെ എക്സ്പെരിമെൻറ്റിനകത്ത് തെറ്റുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പൊതുവെ പറയപ്പെടൽ. കാരണം നമ്മളെ എക്സ്പെരിമെൻറ്റ് ഒരു റിയാലിറ്റി ആയൊരു റിയൽ സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് നടത്തൽ. ഇതെന്ന് പറഞ്ഞൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. അപ്പോൾ എപ്പോഴും റിയൽ സിറ്റുവേഷനിൽ വെച്ചൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റേതായ ചെറിയ എന്തെങ്കിലും, സാധാരണ മെക്കാനിക്സിലൊക്കെ ആണെങ്കിൽ ഫ്രിക്ഷണൽ ലോസ് അങ്ങനത്തെ ഒക്കെ ലോസുകൾ വരും. അതുപോലെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻ്റൽ എറർ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ്, പെർഫെക്റ്റ്ലി അഗ്രീസ് വിത്ത് തിയററ്റിക്കൽ വാല്യൂസ് ഫൈൻഡ് ഇൻ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റും എന്താണ് കാണിക്കുന്നത്, നമ്മളെ ന്യൂട്രോൺ എന്ത് കാണിക്കുന്നുണ്ട്, ഇൻ്റർഫറൻസ് എന്ന ഫിനോമിന കാണിക്കുന്നുണ്ട്. ന്യൂട്രോണ് വേവ് ബിഹേവിയർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ പിന്നെ എക്സ്പെരിമെൻറ്റ് നടത്തി കാർബൺ-60 മോളിക്യൂൾസ് വെച്ചിട്ട്. അപ്പോൾ ആ സമയത്തുള്ള സ്പേസിങ് എന്താണ്, d = 100 നാനോമീറ്റർ. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ വാസ് ഒബ്സർവ്ഡ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 1.2 മീറ്റർ ഫ്രം ഗ്രേറ്റിംഗ്. അപ്പോൾ ഇവിടെ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ഡിഫ്രാക്ഷനിലെ ഫോർമുല ഇതാണ്, d sin θ = n ലാംഡ. d is the separation between slit. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, ലാംഡ ഈ ഒരു കാർബണിൻ്റെ ഫുള്ളറിൻ മോളിക്യൂളിൻ്റെ വേവ് ലെങ്ത്ത് എക്സ്പെരിമെൻ്റലായിട്ട് കിട്ടുന്നത് 4.2 പൈക്കോമീറ്റർ ആണെന്ന്. അപ്പോൾ ഇത് തിയററ്റിക്കലായിട്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടെത്തിയാലും തന്നെ കിട്ടുക, ഇതേ തന്നെയാണ് കിട്ടുക. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 4.7 പൈക്കോമീറ്റർ ഫോർ ദ ഫുള്ളറിൻ കാർബൺ-60 മോളിക്യൂൾ. കാർബൺ-60 ആണ് എന്ത് ചെയ്യുന്നത്, ഫുള്ളറിൻ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എന്താണ്, 4.2 4.7 ഏകദേശം ഈക്വൽ അല്ലേ, ഏകദേശം നമുക്ക് എന്താണ് രണ്ടും എക്സ്പെരിമെൻ്റലി മാച്ചസ് പെർഫെക്റ്റ്ലി. അപ്പോൾ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് ഗുഡ് അഗ്രിമെൻറ്റ് വിത്ത് അവർ തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ആൻഡ് വി ക്യാൻ സേ ഈവൻ വലിയ മോളിക്യൂളായ കാർബൺ-60 പോലും ഈ ഒരു ഡിഫ്രാക്ഷൻ എന്ന മെക്കാനിസം ഒബേ ചെയ്യുന്നു. അതായത് വേവ് കാണിക്കുന്ന മെക്കാനിസം ഒബേ ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിട്ടിയത് ഫുള്ളറിൻ മോളിക്യൂളിൻ്റെ കിട്ടിയ പാറ്റേൺ ആണിത്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് ബൈ C60 മോളിക്യൂൾസ്. അപ്പോൾ ഇതെല്ലാം എന്ത് കാണിക്കുന്നുണ്ട്,
ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് പോലത്തെ ഫോർമുലകൾ ഈ ഇത്തരം പാർട്ടിക്കിൾസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വലിയ ലബോറട്ടറി സൈസ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് എക്സ്പെരിമെൻ്റ് ചെയ്യൽ വളരെ റിസ്ക്കാണ്. ബോളൊക്കെ എറിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ ഒബ്ജക്റ്റിലുണ്ട് പറഞ്ഞാൽ വലുതിലുണ്ട്. വലിയതിൽ അതിൻ്റെ സൈസ് കൂടിയത് കൊണ്ട് അതിൻ്റെ ലാംഡ വളരെ ചെറുതാണ്, സൈസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ബോളിൻ്റെ വേവ് ലെങ്ത് നമ്മൾ എന്തൊക്കെ ബുള്ളറ്റിൻ്റെ ഒക്കെ കണ്ടിരുന്നു, തോക്കിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അത് ആ മെറ്റീരിയലിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. പിന്നെ ആ ഒരു ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ അത്തരം മാക്രോസ്കോപ്പിക്കായ വസ്തുക്കളുടെ വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വളരെ ചെറുതുമാണ്. 10⁻³ ഒക്കെ കിട്ടിയത്. അതായത് ഒന്നിന് ശേഷം 39 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും ചെറിയത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സൈസും വേവ് ലെങ്ത്തും കമ്പയറബിൾ അല്ലെങ്കിൽ പിന്നെ ആ വേവ് നേച്ചറൊന്നും അത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യൂല. ഉണ്ട്, പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഉണ്ടാവില്ല. ഇത്തരം ഇതിലൊന്നും നമുക്ക് കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ എല്ലാ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേവ് നേച്ചർ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ ഉണ്ട് എന്ന കാര്യം എന്ത് ചെയ്തു? കൺഫേംഡ് എന്ന് നമുക്ക് പറയാം.